Hi everyone, welcome to my second class of Physics Class 10 Light Chapter. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ പോർഷനാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ സ്പെറിക്കൽ മിറേഴ്സിൽ നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ ക്ലാസ്സൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോള്, റേഡിയസ് ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കൽ ലെങ്ത്, ഫോക്കസ്, ഫോക്കൈ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് എന്നൊക്കെ പറയുന്നത്. അതെന്താണെന്ന് ഞാനൊരു സ്പെറിക്കൽ മിറർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അത് ബിക്കോസ് എൻ്റെ അടുത്ത് അക്കാഡമിയിൽ വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ ടേംസ് എല്ലാം. അപ്പം ഞാനിങ്ങനെ വരച്ച് പറഞ്ഞ് കാണിച്ചു കൊടുത്താണ് അവരെല്ലാം സെറ്റായി പോകുന്നത്. ഇപ്പോൾ അവരൊക്കെ പെർഫെക്റ്റാണ്. ഈ പോർഷൻ എന്ത് ചോദിച്ചാലും അവർ ഓക്കെയാണ്. അപ്പോൾ ഞാനത് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ കുട്ടികളെ അക്കാഡമിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നത് പോലെ ഓൺലൈൻ എനിക്ക് അറിയില്ല അത്ര നന്നാവുന്ന. അപ്പോൾ ട്രൈ ചെയ്യാണ് കേട്ടോ മക്കളെ. നിങ്ങൾ ചെറുതാണല്ലോ, മിസ് പഠിപ്പിക്കുന്നതല്ല ഈ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ അവരുടെ ഒരു ലെവലിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും വിൽ ട്രൈ. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാം എഴുതിയിട്ടുമുണ്ട്, ഫിഗർ ജസ്റ്റ് ഒന്ന് ഡ്രോൺ ചെയ്തിട്ടുമുണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അത് എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുത്തിട്ട് പഠിക്കണേ. So, terms related to spherical mirror. The first term is the pole. എന്താണ് pole? The center of the reflecting surface of a spherical mirror is pole. എന്ന് പറഞ്ഞാൽ ഒരു സ്പെറിക്കൽ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററിനെ പോൾ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്പെറിക്കൽ മിറർ എന്ന് കാണിക്കാൻ ഞാനൊരു റിങ് വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അതിൽ നേരത്തെ ദിവസം പറഞ്ഞായിരുന്നു നമ്മളെടുക്കുന്ന ഇത്രയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇതിനെ റോളർ സ്കെയിൽ എന്ന് പറയും. സ്കൂളുകാർക്ക് വേണ്ട ഇത് എൻജിനീയറിംഗുകാരുടെ സ്കെയിലാണ്, അവരെ പഠിപ്പിക്കുന്ന സ്കെയിലാണ്. എനിക്ക് ബോർഡിൽ റോൾ ചെയ്യാനായിട്ടും പിന്നെ കുറേ വലിയ വലിയ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. നിങ്ങളിനി ഇത് കണ്ടിട്ട് ഇത് വേണമെന്നും പറഞ്ഞ് പാരൻസിനോട് അടിയുണ്ടാക്കാൻ പോകണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ല. ഓക്കെ, ഇപ്പം മിസ് ഇങ്ങനെ ഡോട്ട് ചെയ്തേ, ഡോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇനി ഈ റെഡിനെ ഞാൻ ഇവിടെ ബ്ലൂ കൊണ്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ സ്പെറിക്കൽ ലെൻസ്. സ്പെറിക്കൽ ലെൻസ് ബാക്കി ഇമാജിനറി ആയിട്ട് കിടക്കുമല്ലേ. സ്പെറിക്കൽ മിറർ നമ്മൾ ഫുൾ റിങ് കാണുന്നില്ലല്ലോ, പകുതിയല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ആ പകുതിയുള്ള മിററായിട്ടുണ്ട്. ഇനി ഈ ലെൻസിൻ്റെ ബൾജ് ചെയ്തിട്ടുള്ള പോർഷനിലേക്ക് ഒരു പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ പോൾ. ഇതാണ്, ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലേ, കോൺവെക്സിൻ്റെ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഇസ് പോൾ. അതുപോലെ കോൺകേവ് പറഞ്ഞാൽ പുറത്തേക്കല്ലേ വരിക, കാരണം റിസെറ്റ്സ് ഇൻവേർട്സ് ആണ്, ഉള്ളിലേക്കാണ്. അപ്പോൾ ഉള്ളിലേക്കായതുകൊണ്ട് അത് പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കും. പോളത് ഈ കാണും, സെൻറ്റർ ഓഫ് കർവേച്ചർ പുറത്തേക്ക് വരും. സോ സെൻറ്റർ ഓഫ് കർവേച്ചർ. അടുത്തത് സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് ദി സെൻറ്റർ ഓഫ് ദി ഇമാജിനറി സ്പിയർ. ഇമാജിനറി സ്പിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുൾ സ്പെറിക്കൽ മിറർ. അപ്പോൾ ഇത് ഒരു സ്പിയറാണ്. സ്പിയർ ആണെങ്കിൽ ഇത്രയും പോർഷനെ നമ്മൾ ലെൻസ് എടുത്തിട്ടുള്ളൂ എങ്കിൽ ഇതിനെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ടാണല്ലോ, ഞാനിങ്ങനെ കട്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടേക്കുമല്ലേ. അപ്പോൾ ഇത് ഇമാജിനറി അല്ലേ, ഇത്രയല്ലേ ലെൻസ് ഉള്ളൂ. ആ ഇമാജിനറിയിൽ നമ്മൾ ഡോട്ട് ചെയ്യുന്ന പോയിന്റ്, ദിസ് ഇസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. Center of curvature is the center of the imaginary sphere from which the spherical mirror is derived. Spherical mirror derive ചെയ്ത് വന്നതിൻ്റെ സെൻറ്റർ, ഇമാജിനറി സ്പിയറിൻ്റെ സെൻറ്റർ. ഞാൻ എക്സാക്ട് സെൻറ്റർ ഒന്നും അല്ല വരച്ചേക്കുന്നത്. ഇറ്റ് ലൈസ് ബിഹൈൻഡ് ദ മിറർ ഇൻ കേസ് ഓഫ് കോൺവെക്സ്, കാരണം ഉള്ളിലേക്ക് ബിഹൈൻഡ് അല്ലേ കോൺവെക്സ്, ആൻഡ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ കോൺകേവ്. കണ്ടോ, കോൺകേവ് ഇങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ കോൺകേവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക്, കോൺവെക്സിനെ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്താൽ ഇതിനകത്ത് വരും കേട്ടോ, ഞാൻ പുറത്തോട്ട് വരച്ചുകൊണ്ടാണ്. ഇങ്ങനെ വരും. ഇത് ഇത്രയും ഏരിയ ആണ് നമ്മുടെ കോൺവെക്സ് എങ്കിൽ ഇവിടെ സെൻറ്റർ വരും. അല്ല ഞാനിത് വരയ്ക്കാണ്ട് വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഇതാണ് എൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ലെൻസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. ലെൻസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കോൺവെക്സിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടെ ലെൻസ് ഫിനിഷ് ചെയ്താലും ഔട്ട്സൈഡ് ദ ലെൻസ് പുറത്തേക്കാണ് വരുന്നത്, ഇൻ ഫ്രണ്ട് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കാണ് വരുന്നത്.
കോൺകേവ് മിററിൽ കേസ് ഓഫ് സെൻറ്റർ ഓഫ് കർവേച്ചർ. മനസ്സിലായല്ലോ? ലെൻസിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററിൽ പ്ലോട്ട് ചെയ്യുന്ന പോയിൻറ്റിനെ പോയിൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? പോൾ എന്ന് പറയും. അവിടെ നിന്ന് ഇമാജിനറി സർഫസിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സെൻറ്ററിനെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ, വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ, അതായത് ഈ ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ഇമാജിനറി സ്പിയർ ഓഫ് വിച്ച് മിറർ ഈസ് എ പാത്ത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ആർ ഈസ് എ റേഡിയസ് ഓഫ് ദ ഇമാജിനറി സ്പിയർ, ഇമാജിനറി സ്പിയറിൻ്റെ റേഡിയസ് ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാത്ത്, മിററിലെ പാത്തിൻ്റെ റേഡിയസ്. അതായത് എന്താണ്? പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. മക്കളെ, നിങ്ങളിപ്പോൾ ഒരു സർക്കിൾ വരച്ചാൽ ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ 10ാം ക്ലാസ്സുകാർക്ക്. CBSE എന്തായാലും പഠിക്കും, CBSE ICSE പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് ഡയമീറ്റർ, ഫുൾ ഡി എന്ന് നമ്മൾ പറയും. ഇതിൻ്റെ പകുതി ഹാഫ് ഡിസ്റ്റൻസ് എന്താണ്? റേഡിയസ് അല്ലേ? അത് തന്നെയാണ് ഇവിടെ, കേട്ടോ, അത് തന്നെയാണ് ഇവിടെ പാത്തും സെൻറ്ററും. ഇവിടെ മിസ് ഇപ്പം എന്താ വരച്ചേക്കുന്നത്? ഇതൊരു പാത്താണ്, അതായത് ഈ പോയിന്റ് നമ്മൾ പി എന്ന് പറയും. പി എന്നൊരു പാത്ത്, ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ നടുക്ക് വരുന്ന മിഡിൽ പോർഷനാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എങ്കിൽ ആ പാത്ത് ടു സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. സെൻറ്റൻസ് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ആർ ഈസ് എ റേഡിയസ് ഓഫ് ദ ഇമാജിനറി സ്പിയർ. പലരും കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണം, മിസ് എന്താ ഈ ഇമാജിനറി സ്പിയർ? ഇത് എവിടെ നിന്നാണ് ഈ ഇമാജിനറി സ്പിയർ എന്ന്? അതെന്താ വെച്ചാൽ ഒരു ഫുൾ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സ്പെറിക്കൽ മിറർ അല്ലെങ്കിൽ ഇമാജിനറി സ്പിയർ. അതിലൊരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടാണ് ഇതിനെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇവിടെ ഇമാജിനറി സ്പിയറിൻ്റെ കേസ് വരുന്നത്. മനസ്സിലായോ? ഈ ഒരു ഫുൾ സർക്കിള് ഒരു സ്പെറിക്കൽ മിറർ ആണെങ്കിൽ അതിലൊരു പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെൻസ് ആയാൽ ബാക്കിയുള്ള പോർഷൻ ബി ദ ഇമാജിനറി സ്പിയർ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ഇമാജിനറി സ്പിയർ ഓഫ് വിച്ച് മിറർ ഈസ് എ പാത്ത്. മിററിൻ്റെ പാത്തിൽ ഉണ്ടാവുന്ന റേഡിയസ് ഓഫ് ദ സ്പിയർ ആണ്, ഇമാജിനറി സ്പിയർ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആൻഡ് ദ നെക്സ്റ്റ് ഫോർത്ത് ടേം പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സർക്കിൾ വരയ്ക്കണം. നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് എന്താണ് ഈ ജോമെട്രിയോ അങ്ങനെ ഏതോ ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ വാട്ട്സ് ദാറ്റ് പ്രൊട്രാക്ടർ ഇട്ട് വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബേസ് ഒരു ലൈൻ വരയ്ക്കത്തില്ലേ? എന്നിട്ട് അതിനൊരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഈ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പഠിപ്പിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് പ്രൊട്രാക്ടറും സ്കെയിലൊന്നും ആയിരിക്കില്ല മിസ്സിൻ്റെ കയ്യിൽ കാണുന്നത് ഈ സിമ്പിൾ കുഞ്ഞ് സ്കെയിലും പെൻസിലൊന്നും ആയിരിക്കില്ല, ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. ഇതൊരു പ്രോ സർക്കിളാണ്, പക്ഷേ ഫുൾ 360 ഡിഗ്രി ആംഗിൾ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എങ്ങനെ മാർക്ക് ചെയ്യും? ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കും, അതിലൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ അവിടെ വെച്ചിട്ട് ഇപ്പോൾ 60 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കും അല്ലേ? 60 ഡിഗ്രി വരയ്ക്കും. 90 വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് 90 വരയ്ക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചു പോകുന്നത്. കറക്റ്റ് ആണല്ലോ? അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന മിററിൽ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന ലൈനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ സെൻറ്റർ വരുമ്പോൾ എന്തായി? റേഡിയസ് ഓഫ് കർവേച്ചർ ഡിസ്റ്റൻസ്. ആ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ. മനസ്സിലായോ? അതായത് മക്കളെ, അതായത് രമണ, പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും പറയുന്ന ലൈനില്ലേ, ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ദ ലൈൻ ജോയിനിങ് ദ പോൾ ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ കർവേച്ചർ. ഓൾവേസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇസ് നോർമൽ ടു ദ പോൾ. അല്ലേ? 90 ഡിഗ്രി ആയിരിക്കും. ഇത് പോളാണെങ്കിൽ, ഇത് പോയിന്റ് പോളാണെങ്കിൽ ഈ വരയ്ക്കുന്ന ലൈൻ 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ 90 ഡിഗ്രി. ഇത് പോളാണെങ്കിൽ ഇങ്ങോട്ട് എന്താണ്? 90 ഡിഗ്രി പെർപെൻഡിക്കുലർ. അപ്പോൾ always the principal axis is normal to the pole, which means it makes an angle of 90 degree to the plane of the mirror. മിററിൻ്റെ പ്ലെയിൻ അല്ലേ? ഇങ്ങനെ വെച്ചിട്ട് 90 ഡിഗ്രി അല്ലേ കിട്ടുക? അതാണല്ലോ നമ്മുടെ പ്ലെയിൻ ആയിട്ട് നമ്മൾ എടുത്തത്. ഇതിൽ നിന്നിട്ട് മിസ് എന്ത് പറഞ്ഞു? ഇവിടെ പ്രൊട്രാക്ടർ വയ്ക്കുന്നു, 60 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കുന്നു, 120 വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കുന്നു, 180 പറഞ്ഞാൽ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് എ ലെൻസ്, ഈ സെൻറ്റർ ബി ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ആൻഡ് ഇങ്ങോട്ട് നമ്മൾ ലെൻസിൽ റിഫ്ലക്റ്റിംഗ് സർഫസിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ബി ദി പോൾ ടു സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ. അങ്ങനെയെങ്കിൽ ദിസ് ലെങ്ത്, ഈ ആക്സിസ് ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ്.
ക്ലിയർ അല്ലേ? ഇനി 3 ടേംസും കൂടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. അത് മിസ് ഇത് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ടേംസ് പ്രിൻസിപ്പിൾ ഫോക്കസ് എഫ്. പ്രിൻസിപ്പിൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക, വായിക്കുക, എന്നിട്ട് ഞാൻ വരച്ചൊന്ന് കാണിക്കാം. ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ആക്സിസ് വെയർ, പ്രിൻസിപ്പിൾ ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ആക്സിസിൽ വരുന്ന ഒരു പോയിൻ്റാണ്. ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ആക്സിസ് വെയർ beam of light parallel to the principal axis either converges to a point or appears to diverge from a point on the principal axis after refraction through the lens. ലെൻസിൽ കൂടി റിഫ്രാക്റ്റ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ കൺവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആക്സിസിൽ വരുന്ന ഒരു പോയിൻ്റാണ് പ്രിൻസിപ്പിൾ ഫോക്കസ്. മനസ്സിലായോ? റിഫ്രാക്ഷന് ശേഷം ആഫ്റ്റർ റിഫ്രാക്ഷൻ ലെൻസിൽ കൂടി വരുന്ന ബീം ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ആ പ്രിൻസിപ്പിൾ ആക്സിസിലെ ഒരു പോയിന്റിൽ വെച്ച് ഐദർ ഡൈവേർജ് ചെയ്യും അല്ലെങ്കിൽ കൺവേർജ് ചെയ്യും. ആ ഡൈവേർജ് ചെയ്യുന്ന ഓർ ദ കൺവേർജ് ചെയ്യുന്ന, ഡൈവേർജ് ചെയ്യുന്നു, ഐദർ കൺവേർജ് പറയുന്നത് എന്തുകൊണ്ടാണ്? 2 ടൈപ്പ് ഓഫ് ലെൻസാണ്, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. കോൺവെക്സ് ലെൻസിൽ കൺവേർജൻസ് ആൻഡ് കോൺകേവ് ലെൻസിൽ ഡൈവേർജൻസ്, 2 ലെൻസ് അല്ലേ, അതുകൊണ്ടാണ് ഐദർ കൺവേർജ് അല്ലെങ്കിൽ ഐദർ ഡൈവേർജ്. കോൺവെക്സിൽ കൺവേർജ്, കോൺകേവിൽ ഡൈവേർജ്. ഓക്കെ, അതൊക്കെ മിസ് പറയാടാ. അപ്പോൾ ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ആക്സിസിലെ ഒരു പോയിന്റ് വെയർ ബീം ഓഫ് ലൈറ്റ് പാരലൽ ടു ദി പ്രിൻസിപ്പിൾ ആക്സിസ്. ഇപ്പോൾ വരച്ച് കാണിക്കാം. പ്രിൻസിപ്പിൾ ആക്സിസിന് പാരലായിട്ട് വരുന്ന ബീം ഓഫ് ലൈറ്റ്. ആദ്യം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വീഡിയോ ചെയ്തപ്പോൾ അതിൽ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ് ലൈറ്റ്? അൾട്രാമാഗ്നറ്റിക് റേഡിയേഷൻ വിച്ച് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ്, നമ്മൾ കാണുന്നതിനെയാണ് പറഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് റേ ഓഫ് ലൈറ്റും ബീം ഓഫ് ലൈറ്റും. റേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്ന സെയിം ഡിറക്ഷനിൽ ഒരു മീഡിയം. ഇപ്പോൾ എയർ ആണ്, ഇതൊരു റൂമാണ്. ഈ റൂമിൽ ഞാൻ ട്യൂബ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുള്ളി മീഡിയം എയർ തന്നെയാണ്. അതിന് ചുറ്റുമുള്ള ഒരേപോലെ റേ ഓഫ് ലൈറ്റിനെ നമ്മൾ ഒരേപോലെയുള്ള കുറേ ലൈറ്റിനെ എന്തെന്ന് പറയും? റേ ഓഫ് ലൈറ്റ്. പക്ഷേ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു പല ടൈപ്പ് ഓഫ് ലൈറ്റുകളുണ്ട്. അതായത് ഒരു ബീം ഓഫ് ലൈറ്റാണ്. ഇൻകാൻഡസൻ ലാമ്പ് ഉണ്ടാവാം, ട്യൂബ് ലൈറ്റ് ഉണ്ടാവാം, LED ഉണ്ടാവാം, അങ്ങനെ പല ടൈപ്പ്, സീരിയൽ ലൈറ്റ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് ഒത്തിരി ലൈറ്റുകൾ വന്നാലാണ് അത് ബീം ഓഫ് ലൈറ്റ് എന്ന് പറയും. പല ബീം ഓഫ് ലൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണിക്കാം, ബീം ഓഫ് ലൈറ്റിലെല്ലാം. സോ അങ്ങനെ ഒരു ബീം ഓഫ് ലൈറ്റ് പ്രിൻസിപ്പിൾ ആക്സിസിന് പാരലായിട്ട് വന്നാൽ ആ ബീം ഓഫ് ലൈറ്റ് പ്രിൻസിപ്പിൾ ആക്സിസിലെ ഒരു പോയിന്റിൽ ഐദർ കൺവേർജ് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും. ആ കൺവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്ന പോയിന്റാണ് പ്രിൻസിപ്പിൾ ഫോക്കസ്. ഇനി എന്താണെന്ന് നോക്കോ. കോൺവെക്സ് ലെൻസ് അങ്ങനെയല്ലേ ഇരിക്കുന്നത്? കോൺവെക്സ് ലെൻസ് വരച്ചു. എങ്ങോട്ടാണ് കർവേച്ചർ വരുന്നത്? ഇത്രയും വരില്ലല്ലേ? ഇത് ഇത്രയും വേണം. ഇത് P പോയിന്റ്. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് ബീം ഓഫ് ലൈറ്റുകൾ വരികയാണ്, വിച്ച് റെപ്രസെൻറ്റ്സ് ദ ബീം ഓഫ് ലൈറ്റ്. ആൻഡ് ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ആക്സിസ്. ദിസ് P റെപ്രസെൻറ്റ്സ് പോൾ, റിഫ്ലക്റ്റിംഗ് സർഫസിലുള്ള പോയിന്റ് പോൾ. ദിസ് C റെപ്രസെൻറ്റ്സ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ദിസ് ഇസ് ബീം ഓഫ് ലൈറ്റ്. ഒരു ബീം ഓഫ് ലൈറ്റ് ലെൻസിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഫോൾ ചെയ്താൽ അത് ഡൈവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ ഫോക്കസ്. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ, ലെൻസ് അല്ലേ, ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിഫ്രാക്ഷൻ വിച്ച് മീൻസ് പെനിട്രേറ്റിംഗ് അല്ലേ, പെനിട്രേറ്റ് ഇൻ ടു ദ ലെൻസ് അല്ലേ റിഫ്രാക്ഷൻ. എല്ലാ ബീം ഓഫ് ലൈറ്റും റിഫ്രാക്റ്റ് ചെയ്തിട്ട് ബാക്ക്വേർഡ് ഇങ്ങനെ വന്നു. ഇവിടെ ഞാൻ ഡോട്ടഡ് വരച്ചത് ഇങ്ങോട്ട് ഞാൻ സ്ട്രെയിറ്റ് ആക്കി വരച്ചേ. എന്നിട്ട് ആരോ മാർക്ക് എങ്ങോട്ടാണ്? ഔട്ട് വേർഡ്സ്. ആരോ ഞാൻ പുറത്തേക്ക് ബ്ലാക്കിലിടാം. കോൺവെക്സ് ലെൻസ് വരച്ചായിരുന്നു.
പോളും വരച്ചു, സെൻറ്റർ ഓഫ് കർവേച്ചറും വരച്ചു. അവിടെ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് പറഞ്ഞത് ബീം ഓഫ് ലൈറ്റ് വന്നിട്ട് റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഫോൾ ചെയ്യും. ഫോൾ ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ റിഫ്രാക്ഷൻ ആ പോയിന്റിലുണ്ട് റിഫ്രാക്ഷൻ പെനിട്രേറ്റ് ഇൻ ടു ദ മീഡിയമാണ്. അപ്പോൾ ലെൻസിൻ്റെ ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്തു അല്ലേ. പെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ ഫോൾ ചെയ്തു. ഫോൾ ചെയ്തിട്ട് എന്തുണ്ടാവും? ഐദർ കൺവേർജ് അല്ലെങ്കിൽ ഡൈവേർജ്. കോൺവെക്സ് ലെൻസ് കൺവേർജ്. കൺവേർജ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ജോയിൻറ്റ്. ഡൈവേർജ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് വല്ല വഴിക്കും പോകുന്നു. അപ്പോൾ കൺവേർജ് ആയി, ഒരു പോയിന്റിൽ ഫോൾ ചെയ്ത് കൺവേർജ് ആയി. കൺവേർജ് ആയിട്ട് റിഫ്ലക്റ്റഡ് ബാക്ക് അല്ലേ. അല്ലേ, റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ട്രാൻസ്മിറ്റിൽ പുറത്തിറങ്ങൂലേ? അങ്ങനെയല്ലേ നമ്മൾ റിഫ്രാക്ഷൻ പഠിച്ചത്? അപ്പോൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നത് ഈ പോളിനും കർവേച്ചറിനും അകത്ത് ലെൻസിനകത്തൂടെ ഞാൻ ഡോട്ടഡ് ലൈൻ വരച്ചു. പക്ഷേ റിഫ്ലക്റ്റിംഗ് സർഫസിൽ നിന്ന് പുറത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരച്ചു. എന്നിട്ട് ആരോ മാർക്ക് റിട്ടേൺ ഇട്ടു, ഔട്ട് വേർഡ്സ് ഇട്ടു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പോയിൻ്റ് ആയിരിക്കും എന്ത്? അപ്പം നമ്മുടെ ഈ പോയിൻ്റ് ആയിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോ, പോളിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും നടുക്ക് മിഡിൽ വരുന്ന പോയിൻ്റാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. എപ്പോഴും പോളിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും മിഡിലായിട്ടായിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ് വരിക. ഓക്കെ, കോൺകേവ് ഇതാണ് അല്ലേ അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഞാൻ ഇത് മായ്ച്ചിട്ട് വരയ്ക്കട്ടെ. കോൺകേവ് മിറർ വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസ്, പോള്, സെൻറ്റർ ഓഫ് കർവേച്ചർ സി. ബീം ഓഫ് ലൈറ്റ്. ഓക്കെ, ബീം ഓഫ് ലൈറ്റ് വന്നു. റിഫ്രാക്ഷൻ പക്ഷെ ലെൻസ് ഇതല്ലേ, അപ്പോൾ ഇങ്ങനെ പോകും. ഇത് ജോയിൻ ചെയ്ത് വരച്ചാൽ മതി മക്കളെ. ഇങ്ങനെ ഇങ്ങനെ വരച്ചാൽ മതി. സെൻറ്റർ ഓഫ് കർവേച്ചറിന് മുന്നേ തന്നെ വരയ്ക്കണം കേട്ടോ. അത് ആക്ച്വലി സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ സെൻട്രലായിട്ട് തന്നെ കിട്ടും. ആൻഡ് ദിസ് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഞാൻ മിസ് വരച്ചതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങ് അറ്റമായിപ്പോയി. പക്ഷെ അങ്ങനെ വരില്ല. ഈ പോളിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും മിഡിലായിട്ട് വരും. നിങ്ങൾക്ക് പെട്ടെന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഒരു ലെൻസിലേക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവും, പോളും പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാകുമ്പോൾ പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും ഉണ്ടാവും. അതിലേക്ക് ബീം ഓഫ് ലൈറ്റ് കൊടുക്കുക. ബീം ഓഫ് ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 4 ലൈൻസ് വരച്ചത്. ബീം ഓഫ് ലൈറ്റ് കൊടുത്തു. ആഫ്റ്റർ റിഫ്രാക്ഷൻ സോ പെൻട്രേറ്റ് ചെയ്യും. ഇത് കോൺകേവ് ആയതുകൊണ്ട് പെൻട്രേഷൻ ഇങ്ങോട്ട് അല്ലേ, കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് പെൻട്രേഷൻ ഇങ്ങോട്ട് പെൻട്രേറ്റ് ചെയ്ത് എല്ലാം കൂടി ഇവിടെ വന്നു. അപ്പം ഡൈവേർജ് ചെയ്ത് പോവാണ് ആക്ച്വലി സംഭവിക്കുന്നത്. കോൺകേവ് മിറർ എന്ന് പറയുന്നത് തന്നെ ഡൈവേർജൻസ് ആണ്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ വരയ്ക്കുമ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഇത് കിട്ടും, ഇമാജിനറി ആണ്. ഇതാണ് ഫോക്കൽ ലെങ്ത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദി പ്രിൻസിപ്പൽ ഫോക്കസ്. പോളും പ്രിൻസിപ്പൽ ഫോക്കസും, പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, പോളിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും നടുക്കുള്ള ഡിസ്റ്റൻസ് പ്രിൻസിപ്പൽ ഫോക്കസ്. പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താ? ഈ ഡിസ്റ്റൻസ് അല്ലേ? ദിസ് ഈസ് ദി ഫോക്കൽ ലെങ്ത്. മനസ്സിലായല്ലോ? പോള്, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഈ ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ. പോളും ഈ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ നടുക്ക് അതിൻ്റെ മിഡിൽ. ഇപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5ൻ്റെ പകുതി എത്ര? 2.5 വരുന്നിടത്ത് പ്രിൻസിപ്പൽ ഫോക്കസ് വരും. ഇനി ആ പ്രിൻസിപ്പൽ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് 2.5, അതാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത്. എഫ് പോയിൻ്റ് മാർക്ക് ചെയ്യും ഫോക്കൽ ലെങ്ത് എന്ന്. അപ്പർച്ചർ ഡയമീറ്റർ, ഇതാണ് അപ്പർച്ചർ. Diameter of the reflecting surface of the spherical mirror. In spherical mirror, the aperture is smaller than the radius of curvature. Radius of curvature ഏതാണ്? ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ? ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ റേഡിയസ് ഓഫ് കർവേച്ചറിനേക്കാളും അത് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവുമേ. അതിനേക്കാളും സ്പെറിക്കൽ മിറർ അപ്പാർച്ചർ ഈസ് സ്മോളർ ദാൻ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പാർച്ചർ റേഡിയസ് ഓഫ് കർവേച്ചറിനേക്കാളും കുറവാണ്. കാരണം ഡയമീറ്റർ ഓഫ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇല്ലേ, ഞാൻ ഇത്രയും വരച്ചേക്കുന്നു എന്നല്ലേ ഉള്ളൂ, ആൻഡ് ഇത് ചെറുതായിട്ടാണ് വരച്ചേക്കുന്നത്. ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് സ്പെറിക്കൽ മിറർ, അതായത് ഈ ഡിസ്റ്റൻസ്, ഈ വരുന്ന ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസ് ഇത് ഇത്രയും വരച്ചേക്കുന്നതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്റർ ഇങ്ങനെ മാർക്കല്ലേ അല്ലേ? അല്ലാണ്ട് ഇത് ഇങ്ങനെ ഡയമീറ്റർ എന്ന് എടുക്കുമോ? എടുക്കില്ലല്ലോ. ഡയമീറ്റർ
ത്രൂ ദ മിഡിൽ സെൻറ്റർ വഴിയല്ലേ, സെൻറ്റർ ടച്ച് ചെയ്ത് പോകുന്നാലേ ഡയമീറ്റർ. അപ്പോൾ ഈ വരുന്ന ഡിസ്റ്റൻസ്, ദിസ് ഈസ് ദ അപ്പാർച്ചർ. ദിസ് ഈസ് ദ അപ്പാർച്ചർ. ഓക്കെ, ടേംസ് റിലേറ്റഡ് ടു സ്പെറിക്കൽ മിറർ ഇത് ഞാനൊരു സിംഗിൾ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങളിരുന്ന് നല്ല മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്യുന്നില്ല. അടുത്ത ദിവസം വരുന്ന വീഡിയോയിൽ പ്ലെയിൻ മിറർ, ഇമേജ് ഫോർമേഷൻ ഇൻ പ്ലെയിൻ മിറർ ആൻഡ് ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് കോൺവെക്സ് മിറേഴ്സ് അല്ലെങ്കിൽ റേ ഡയഗ്രാംസ് അങ്ങനെയുള്ള പോർഷൻസ് എടുക്കാം. സോ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്തോ. താങ്ക് യു.